തോന്നുമ്പോൾ തോന്നണതുണ്ടാക്കി കഴിക്കണം. അങ്ങനെ കഴിക്കണേലോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു 3 കിലോയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൈവച്ച് നന്നായി തിരുമ്മി പിടിപ്പിച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ അടുപ്പിൽ വെച്ച് ഒരു തവി വെച്ച് ഇളക്കി കൊടുത്ത് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം. 10 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ നോക്കി നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് തുറന്ന് വെച്ച് ഈ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. ചിക്കൻ്റെ പീസസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പീസ് എല്ലാം ഒരു സൈഡിലേക്ക് ഒന്ന് വകഞ്ഞ് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നോക്കി വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ചിക്കൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ചിക്കൻ ഫ്രൈ കഴിക്കാനാണോ തോന്നുന്നത്? ഒരു പാൻ എടുപ്പത്ത് വെച്ച് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് ചൂടാക്കിയെടുത്താൽ ചിക്കൻ ഫ്രൈ റെഡി. ഇനിയിപ്പോൾ ചിക്കൻ റോസ്റ്റ് കഴിക്കാനാ തോന്നണമെങ്കിൽ കുറച്ച് സവോളയും തക്കാളിയും വഴറ്റി നമ്മുടെ ഈ ചിക്കൻ പീസ് ഇട്ട് വരട്ടിയെടുത്താൽ ചിക്കൻ റോസ്റ്റും റെഡി. ഇനിയിപ്പോൾ കറി വേണമെന്നുണ്ടെങ്കിലോ ഈ റോസ്റ്റ് ചെയ്ത അതേ മസാലയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമുക്ക് ചിക്കൻ കറിയും റെഡി. അപ്പോൾ ചിക്കന് റേറ്റ് ഒക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ മേടിച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് തോന്നുമ്പോൾ തോന്നണതുണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.